ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ദ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ആണ്. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താണ് ദിസ് ഐസോതേം എന്ന് പറയുന്നത്? an empirical equation which describe the variation of extent of absorption with pressure at constant temperature. ഐസോതേം ആണ്, അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷറും അഡ്സോർപ്ഷനും തമ്മിലുള്ള റിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എംപിരിക്കൽ ഇക്വേഷനാണ് ദ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. അതിൻ്റെ ഇക്വേഷനാണ് x/m = Kp⁻1/n. ഇതാണ് ഇക്വേഷൻ. x/m = Kp⁻1/n. അതിൽ x എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഗ്യാസ് അഡ്സോർബ്ഡ് അറ്റ് ഇക്വിലിബ്രിയം, m ഈസ് ദ മാസ് ഓഫ് ദ അഡ്സോർബൻറ്റ് ആൻഡ് p ഈസ് ദ പ്രഷർ. K and n are constants for a given adsorbent pair. ആ അഡ്സോർബൻറ്റ് പെയറിൻ്റെ കോൺസ്റ്റൻസുകളാണ് കെയും എന്നും. ആക്ച്വലി എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 ആൻഡ് ലാർജ് നമ്പർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ. ഇനി ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ x/m ദിസ് ഐസോതേം വിൽ ബി പ്ലോട്ടഡ് ബൈ x/m അഗെയിൻസ്റ്റ് p പ്ലോട്ട് ചെയ്യാണ്. അതായത് x ആക്സിസിൽ പിയും y ആക്സിസിൽ x/m നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന ടൈമിൽ ലോ പ്രഷറിൽ ഈ ഒരു റേഞ്ചിൽ ഗ്രാഫ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ ഡോട്ടഡ് ലൈൻ, അതായത് നിയർലി സ്ട്രെയിറ്റ് ഒരു ചെറിയ സ്ലോപ്പും കാണുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം x/m എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു p എന്നാണ്. എക്സ്റ്റെൻറ്റ് ഓഫ് അബ്സോർപ്ഷൻ, അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. p കൂടുമ്പോൾ x/m കൂടും. ഓക്കെ. ഇനി ഒരു പർട്ടിക്കുലർ പ്രഷർ എത്തുമ്പോൾ x/mൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? റീച്ചസ് മാക്സിമം. ഓക്കെ, ആ ഒരു പ്രഷറിന് നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേഷൻ പ്രഷർ. സാച്ചുറേഷൻ പ്രഷർ എന്നാണ് പറയുക. സാച്ചുറേഷൻ പ്രഷർ അതിനെ PS എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സാച്ചുറേഷൻ പ്രഷറിനെ PS എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതിനുശേഷം ആ സാച്ചുറേഷൻ പ്രഷറിന് ശേഷം x/m എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രഷറാണ്. കണ്ടില്ലേ? പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോണത്. അതായത് അതെന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒറ്റ ലൈനിലാണ് പോണത്. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഈ 3 കണ്ടീഷൻ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. അതായത് അറ്റ് ലോ പ്രഷറിൽ നമുക്ക് എങ്ങനെ എഴുതാം? x/m ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു p ആണ്. എന്നാൽ അറ്റ് ഹൈ പ്രഷർ ആ സമയത്തോ x/m ഈസ് നോട്ട് ഇൻഡിപെൻഡൻ്റ് ഓൺ പ്രഷർ, p⁻0 എന്ന് എഴുതാം. ബിയോണ്ട് PS, അതായത് സാച്ചുറേഷൻ പ്രഷറിന് ശേഷം x/m പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച് എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ആ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? x/m ഈസ് പ്രൊപ്പോർഷണൽ ടു p⁻1/n എന്ന് എഴുതാം. ഓക്കെ, x/m ഈസ് പ്രൊപ്പോർഷണൽ ടു p⁻1/n. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? x/m പ്രൊപ്പോർഷണാലിറ്റി മാറ്റുക. x/m = Kp⁻1/n എന്ന് എഴുതാം. x/m = Kp⁻1/n, where n നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതായത് നമ്മൾ ലോഗരിതം എടുക്കുക 2 സൈഡിലും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? log x/m = log k plus 1/n log p.
ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. log x/m എഗെയിൻസ്റ്റ് log p പ്ലോട്ട് ചെയ്യാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ആയിരിക്കും. y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് log k ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, log x/m എഗെയിൻസ്റ്റ് log k. ഇനി അടുത്തത് ലാങ്മെയർ അഡ്സോർപ്ഷൻ ഐസോതേം ആണ്. അടുത്ത ടൈപ്പാണ്. അതിൽ ഈ ഒരു ഐസോതേം അതിന് കുറച്ച് തിയറി ഉണ്ട്. ആ തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റ്സ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഓൾ ദ അഡ്സോർപ്ഷൻ സൈറ്റ് ഓൺ ദ അഡ്സോർബൻ്റ് സർഫസ് ആർ ഇക്വാലൻറ്റ്. അഡ്സോർബൻ്റ് സോളിഡ് സർഫസ് അതിൻ്റെ എല്ലാ സൈറ്റും ഒരേപോലെയായിരിക്കും. അഡ്സോർബേറ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ച് ബൈൻഡിങ് സൈറ്റ് ഹാസ് ദ സെയിം അഫിനിറ്റി ഫോർ ദ ഗ്യാസ് മോളിക്യൂൾ. എല്ലാ മോളിക്യൂളിനോടും അല്ലാതെ ഒരു പ്രത്യേക സൈറ്റിനോടും ഒരു പർട്ടിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവില്ല. എല്ലായിടത്തും സെയിം അഫിനിറ്റി ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ദ അഡ്സോർബ്ഡ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ലോക്കലൈസ്ഡ് ആൻഡ് ഹാസ് നോ ലാറ്ററൽ ഇൻട്രാക്ഷൻ വിത്ത് അതർ അഡ്സോർബ്ഡ് മോളിക്യൂൾ. ലോക്കലൈസ്ഡ് ആയിരിക്കും, പിന്നെ അത് അവിടെ നിന്ന് നീങ്ങില്ല. അതായത് അടുത്തുള്ള അഡ്സോർബ്ഡ് മോളിക്യൂളിനായിട്ട് യാതൊരു ഇൻട്രാക്ഷനും ഈ മോളിക്യൂളിന് ഉണ്ടാവില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഓൺലി വൺ മോളിക്യൂൾ മേ ബി അഡ്സോർബ്ഡ് അറ്റ് ഈച്ച് ബൈൻഡിങ് സൈറ്റ്. ഒരു സൈറ്റിൽ ഒരു മോളിക്യൂൾ അഡ്സോർബ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്യാസ് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് യൂണി മോളിക്കുലാർ ലെയർ ഫോർമേഷനാണ് നടക്കുക. മോണോ ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ അഡ്സോർബൻ്റ് സർഫസിൽ. അതാണ് തേർഡ് വണ്ണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഈ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ രണ്ട് പ്രോസസ്സ് അവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് കണ്ടൻസേഷനാണ്. കണ്ടൻസേഷൻ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ സ്ട്രൈക്കിംഗ് ദ സോളിഡ് സർഫസ്. സോളിഡ് സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂളിന് കണ്ടൻസേഷൻ നടക്കും. അതേ സമയത്ത് തന്നെ ഇവാപ്രേഷൻ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഫ്രം ദ സോളിഡ് സർഫസ്. സോളിഡ് സർഫസിൽ നിന്ന് ഇവാപ്രേഷൻ നടക്കും ഡ്യൂ ടു തെർമൽ അജിറ്റേഷൻ. അതായത് ഹീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് സർഫസിലുള്ള മോളിക്യൂളിന് ഇവാപ്രേഷനും നടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രോസസ്സും, അതായത് കണ്ടൻസേഷനും ഇവാപ്രേഷനും, ഇത് ഒരു ഇക്വിലിബ്രിയം ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ലീഡിങ് ടു എ കൈനറ്റിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് സ്ട്രൈക്കിംഗ് ദ സർഫസ് ആൻഡ് ദോസ് ലീവിങ് ദ സർഫസ്. അപ്പോൾ അതാണ് നെക്സ്റ്റ്. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടൻസേഷനും ഇവാപ്രേഷനും നടക്കും. അതിലെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡിയാലിറ്റി ഇൻ നേച്ചറാണ്. ദാറ്റ് മീൻസ് the gas in equilibrium with the adsorbed gas behaves ideally. ഇക്വിലിബ്രിയം അതായത് അഡ്സോർബ്ഡ് ഗ്യാസായിട്ട് ഇക്വിലിബ്രിയമുള്ള ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഐഡിയലായിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ലാങ്മെയർ അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു അഡ്സോർപ്ഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്, ലാങ്മെയർ അഡ്സോർപ്ഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയെന്ന് നോക്കാം. ഇനി നമ്മൾ ലെറ്റസ് കൺസിഡർ ഓർ സപ്പോസ് തീറ്റ ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ അഡ്സോർബൻ്റ് സർഫസ് കവേർഡ് ബൈ അഡ്സോർബ്ഡ് മോളിക്യൂൾ. ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ അഡ്സോർബൻ്റ് സർഫസ്, അതായത് ടോട്ടൽ അഡ്സോർബൻ്റ് സർഫസിൻ്റെ എത്ര എന്ത് ചെയ്യുന്നു, ഗ്യാസ് മോളിക്യൂൾ അഡ്സോർബ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ അഡ്സോർബൻ്റ് സർഫസ് കവേർഡ് ബൈ അഡ്സോർബ്ഡ് മോളിക്യൂൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 - തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്രാക്ഷൻ ഓഫ് സർഫസ് വിച്ച് ഈസ് വാക്കൻറ്റ്, ഒഴിഞ്ഞിട്ടുള്ള സ്ഥലം വിച്ച് ഈസ് വാക്കൻറ്റ് ആൻഡ് അവൈലബിൾ ഫോർ കണ്ടൻസേഷൻ. അത് ഈ ഒരു പോർഷൻ എന്തായിരിക്കും, കണ്ടൻസേഷൻ അവൈലബിൾ ആയിരിക്കും, അത് ഫ്രീ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഉണ്ട്. കൈനറ്റിക് തിയറിയുടെ ബേസിൽ നമുക്കൊരു കാര്യം പറയാം. ദ റേറ്റ് അറ്റ് വിച്ച് ഗ്യാസ് മോളിക്യൂൾ സ്ട്രൈക്ക് പെർ യൂണിറ്റ് ഏരിയ ഓഫ് സർഫസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ്. എന്നാണ് ദ റേറ്റ് അറ്റ് വിച്ച് ഗ്യാസ് മോളിക്യൂൾ സ്ട്രൈക്ക് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ് ഈസ് പ്രൊപ്പോർഷണൽ ടു
പ്രഷർ ഓഫ് ദ ഗ്യാസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഓൺ ദ സർഫസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞുള്ള രണ്ട് ഫാക്ടേഴ്സ്, അതായത് ഫ്രാക്ഷൻ ഓഫ് ദ വാക്കൻറ്റ് സർഫസ് 1 - θ ആൻഡ് ഗ്യാസ് പ്രഷർ P, ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഡിറ്റർമിൻ ചെയ്യാം. റേറ്റ് ഓഫ് കണ്ടൻസേഷൻ അതായത് RC ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? P × 1 - θ ആയിരിക്കും. RE ഈസ് ഈക്വൽ ടു P × 1 - θ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാം. RC ഈക്വൽ ടു എന്ത് വരും? K1 P × 1 - θ എന്ന് എഴുതാം. ഓക്കെ, RC ഈക്വൽ ടു K1 × 1 - θ, അതിൻ്റെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ K എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇനി റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ഫ്രാക്ഷൻ ഓഫ് ദ സർഫസ് കവേർഡ്, അതായത് തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. നമുക്ക് എന്തെഴുതാം? RE ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്നെഴുതാം. ഓർ RE ഈക്വൽ ടു എന്തെഴുതാം? K2 തീറ്റ എന്നെഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് അറിയാം ഇക്വിലിബ്രിയത്തിൽ RC ഈക്വൽ ടു RE ആണ്. RC ഈക്വൽ ടു RE എന്നെഴുതാം അല്ലേ? RC ഈക്വൽ ടു RE. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുക. നമ്പർ 1 ഉം 2ൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആക്കുക. അപ്പോൾ K1 P × 1 - θ ഈക്വൽ ടു K2 തീറ്റ എന്ന് കിട്ടും. എന്നിട്ട് അതിനെ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? തീറ്റ ഈക്വൽ ടു K1 P ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 K2 പ്ലസ് K1 P എന്നാണ് തീറ്റയുടെ വാല്യൂ കിട്ടുക. ഓക്കെ, ആ ഇക്വേഷന് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുക. വി വിൽ ഗെറ്റ് തീറ്റ ഈക്വൽ ടു K1 ഡിവൈഡഡ് ബൈ K2 P ഹോൾ ഡിവൈഡഡ് ബൈ, അതായത് K2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഡിവൈഡ് ചെയ്യുക. 1 പ്ലസ് K1 ഡിവൈഡഡ് ബൈ K2 × P എന്ന് കൊടുക്കുക. ഇനി ഇതിൽ K1/K2 പകരം, ഈ ഒരു ടേമിന് പകരം B എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് അപ്ലൈ ചെയ്യുക. രണ്ടും കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ അതിന് പകരം അനദർ കോൺസ്റ്റൻ്റ് B എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? BP ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP. ഇനി ഇക്വേഷനിൽ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, ഫ്രാക്ഷൻ ഓഫ് ദ സർഫസ് കവേർഡ് എന്നാണ്. സോ ദാറ്റ് മസ്റ്റ് ബി പ്രൊപ്പോർഷണൽ ടു, ഈ തീറ്റ എന്നുള്ളത് ദാറ്റ് മസ്റ്റ് ബി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ ഗ്യാസ് അഡ്സോർബ്ഡ് X ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ പെർ യൂണിറ്റ് മാസ് ഓഫ് അഡ്സോർബൻ്റ്. മാസ് ഓഫ് ദ ഗ്യാസ് അഡ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ദ അഡ്സോർബൻ്റ് ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ഇക്വേഷനിൽ തീറ്റയ്ക്ക് പകരം ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? തിരിച്ചെഴുതാണ്. X/m ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്ന് എഴുതാം. X/m ഈക്വൽ ടു K3 തീറ്റ എന്ന് കൊടുക്കാം. K3 തീറ്റ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. X/m ഈക്വൽ ടു K3 തീറ്റ എന്നാണ് വന്നത്. അപ്പോൾ അത് തീറ്റ വാല്യൂ ഇക്വേഷൻ 3 എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ ബിക്കം X/m ഈക്വൽ ടു K3 BP ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP. അപ്പോൾ K3 ഒരു കോൺസ്റ്റൻ്റ് ആണ്, B അനദർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ മൊത്തം കോൺസ്റ്റൻറ്റിന് പകരം നമ്മൾ മറ്റൊരു കോൺസ്റ്റൻ്റ് അപ്ലൈ ചെയ്യാണ്. അത് A എന്ന് കൊടുക്കുകയാണ്. AP ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP. AP ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP. X/m ഈക്വൽ ടു AP ഡിവൈഡഡ് ബൈ 1 പ്ലസ് BP. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ലാങ്മെയർ അഡ്സോർപ്ഷൻ ഐസോതെർം.